എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ്. മറ്റൊന്നുമല്ല, ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക പിട്ടില. അത്യാവശ്യം നല്ല പുളിയും എരിവും അതുപോലെ തന്നെ പരിപ്പും തേങ്ങ വറുത്തതും ഒക്കെ ചേർത്ത് തയ്യാറാക്കുന്ന ഈ ഒരു വിഭവം നല്ല ചൂട് ചോറിൻ്റെ കൂടി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. തന്നെയല്ല, ആ ഒരു പാവയ്ക്കയുടെ കയ്പ്പ് നമ്മളിതിൽ ഒട്ടും തന്നെ അറിയില്ല. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പാവയ്ക്ക പിട്ടില തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് തോരപ്പരിപ്പ്, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പില്ലേ, ആ ഒരു പരിപ്പ് നമുക്ക് നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു പരിപ്പെല്ലാം വേകാൻ ആവശ്യമായ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പെല്ലാം ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം കായം, ഈ ഒരു വലുപ്പത്തിലുള്ള കായം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കട്ടക്കായമാണ് ഉപയോഗിക്കുന്നതെന്ന് വരികിൽ നമ്മുടെ കറിക്ക് നല്ലൊരു രുചിയും മണവും ഒക്കെ ആയിരിക്കും. കായമെല്ലാം എണ്ണയിൽ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം കായപ്പൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കട്ടക്കായമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കായപ്പൊടി ആണെങ്കിൽ നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1.5 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ സാമ്പാർ പരിപ്പില്ലേ, അതും ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളകും 3-4 വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് അധികം എരിവുണ്ടാവില്ല, എന്നാൽ നല്ലൊരു കളറും കിട്ടും. ഇതും ഞാനിപ്പോൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ഈ ഒരു ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ തുവരപ്പരിപ്പും എല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ തീയെ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പരിപ്പെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീയെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതെല്ലാം ഒന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പും എല്ലാം നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്റ്റവ് ഓഫ് ആക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കിത് തണുക്കാനായിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു സെയിം പാൻ തന്നെ വീണ്ടും അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്ത് പാവയ്ക്ക ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്ക നല്ലപോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് പുരട്ടി ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാവയ്ക്കയെല്ലാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ആ ഒരു പിഴിയുന്ന സമയത്ത് നമുക്ക് പാവയ്ക്കയിലുള്ള ആ ഒരു വെള്ളമെല്ലാം ഒന്ന് പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു പാവയ്ക്കയിലുള്ള ഉണ്ടല്ലോ, അത് ഒരു പരിധി വരേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരുപാട് അങ്ങനെ കുറയില്ല, ഒരു പരിധി വരേക്ക് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പാവയ്ക്കയെല്ലാം ഞാനിപ്പോൾ ഇവിടെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്തതിന് ശേഷം ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു പാവയ്ക്ക വഴറ്റുന്ന സമയത്ത് തന്നെ ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പാവയ്ക്കയെല്ലാം ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാവയ്ക്കയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. ഒരുപാട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പുളി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളി 1.5 കപ്പ് വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പുളിയെല്ലാം നല്ലപോലെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പുളിയെല്ലാം നല്ലപോലെ ഒന്ന് പിഴിഞ്ഞ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു കറി വന്നിട്ട് ഞാൻ അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് 1.5 കപ്പ് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെന്ന് വരികിൽ ഈ സമയത്ത് 1/2 കപ്പ് വെള്ളവും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു പുളിയുടെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉഴുന്നുപരിപ്പുണ്ടല്ലോ, അതെല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം നിങ്ങൾ കായപ്പൊടിയാണ് ചേർക്കുന്നതെന്ന് വരികിൽ ഈ ഒരു സമയത്ത് വേണം കായപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഇതെല്ലാം ഒന്ന് പൊടിക്കുന്ന സമയത്ത് 1 ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പൊടിച്ചെടുക്കണം. ഒരുപാട് അങ്ങനെ ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയൊരു തരിതരിപ്പോട് കൂടി വേണം നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പുളിവെള്ളം എല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പൊടിയുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പൊടി ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ കറി വന്നിട്ട് പെട്ടെന്ന് കുറുകുന്നതായിട്ട് കാണാം. കാരണം നമ്മളിതിലേക്ക് ഉഴുന്നുപരിപ്പും അതുപോലെ തന്നെ തുവരപ്പരിപ്പും ഒക്കെയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഗ്രേവി പെട്ടെന്ന് തിക്കായി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ് വേണ്ട, കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണമെന്ന് വരികിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം ഞാനിത് അത്യാവശ്യം നല്ല തിക്കായിട്ടാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു പൊടിയെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്കിത് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ പാവയ്ക്കയിൽ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കി വേണം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമ്മുടെ ഈ ഒരു കറി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഞാനിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ആ ഒരു പരിപ്പുണ്ടല്ലോ, അതും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പരിപ്പ് ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയമൊന്നും വേണ്ട, ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു തിള വരുമ്പോഴത്തേക്കും നമുക്കിവിടെ സ്റ്റവ് ഓഫാക്കാം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കറി തയ്യാറാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് തണുത്ത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പാവയ്ക്ക പിട്ടില ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും തേങ്ങയെല്ലാം ഒന്ന് വറുത്ത് ചേർക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയെല്ലാം നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് കടുകും 2-3 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തിരുവിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് മസ്റ്റായിട്ട് ചെയ്യുക കേട്ടോ, സ്കിപ്പ് ചെയ്യരുതേ. കാരണം ആ ഒരു തേങ്ങയൊക്കെ വറുത്ത് ചേർക്കുമ്പോൾ നമ്മുടെ പിട്ടിലേക്ക് നല്ലൊരു രുചിയായിരിക്കും. തീ മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം തേങ്ങയെല്ലാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. അപ്പോൾ ഈ ഒരു പാവയ്ക്ക പിട്ടില വന്നിട്ട് പാവയ്ക്ക ഇഷ്ടമല്ലാത്തവർ പോലും രുചിയോടെ കഴിക്കുന്ന ഒരു കറിയാണ്. ആ ഒരു പാവയ്ക്കയുടെ കയ്പൊന്നും നമ്മളിതിൽ അറിയില്ല, അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഇവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ സ്റ്റൈലിലുള്ള പാവയ്ക്ക പിട്ടില ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു റെസിപ്പിയൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.